നമസ്കാരം. ജനങ്ങളെ പറ്റിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ നാറ്റിച്ചു വിട്ടിരിക്കുകയാണ് കോടതി. കൊടുത്തു തീർക്കാനുള്ള ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യാനുള്ള ഒരു മനോഭാവത്തിൽ എത്തിക്കൂടെ, ആ കാര്യം ഒന്ന് പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചു പോകുകയാണ് ഹൈക്കോടതി. ക്ഷേമ പെൻഷൻ കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവരുടെ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഷ്താഖ് മുഹമ്മദ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ച് സർക്കാരിനോട് ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചത്. പെൻഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ വിഹിതവും സെസ് വഴി ലഭിക്കുന്ന തുക ഉൾപ്പെടെ സർക്കാർ പെൻഷനായി നൽകുന്ന തുകയും അറിയിക്കാൻ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദാംശങ്ങൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു. കേന്ദ്ര വിഹിതവും സെസ് വിഹിതവും ലഭിച്ചിട്ടും പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷക ചൂണ്ടിക്കാട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് പെൻഷൻ തുക എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വരുന്നത്. ഈ സമയത്ത് കുറച്ചെങ്കിലും പെൻഷൻ നൽകിക്കൂടെ എന്ന് കോടതി ആരായുന്നത് കേരളത്തെ സംബന്ധിച്ചു, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഈ ഒരു കേസ് വീണ്ടും 30-ന് പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേ സമയത്ത് തന്നെ കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ പേരിലും മറ്റ് പെൻഷനുകളുടെ ഒക്കെ പേരിലായിട്ട് നൽകാനുള്ളത് എന്നതാണ് കണക്ക്. ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഉണ്ട് എന്നും അത് മുഴുവൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന നിയമസഭാ ചർച്ചയിലൊക്കെ പറയുകയുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, സാമൂഹിക സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ട് എന്നതൊക്കെയായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. പ്രതിമാസം 1600 രൂപ നൽകുന്ന സാമൂഹിക ക്ഷേമ പെൻഷന്റെ 5 ഗഡുക്കൾ കുടിശ്ശികയായി കിടക്കുകയാണ്. 2024 മാർച്ച് മുതൽ പെൻഷൻ കൃത്യമായി നൽകുന്നുണ്ട് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദം. കുടിശ്ശിക 2024-25 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളും 2025-26 സാമ്പത്തിക വർഷത്തിൽ 3 ഗഡുക്കളുമായി വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും സർക്കാർ പറഞ്ഞു. 4250 കോടി രൂപയാണ് കുടിശ്ശികയായി നൽകാനുള്ളതെന്നതാണ് അന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അവകാശപ്പെട്ടത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സമീപനമാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതം കേന്ദ്രം വെട്ടിക്കുറച്ചു എന്നും അന്ന് ആരോപിച്ചിരുന്നു. ജനസംഖ്യ നിയന്ത്രണത്തിലും പ്രതിവർഷ വരുമാനത്തിലും കേരളം കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ധനകാര്യ കമ്മീഷന്റെ പുതിയ മാനദണ്ഡ പ്രകാരം സംസ്ഥാനത്തിന് ദോഷകരമാകുന്ന സ്ഥിതിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ പേരിൽ നികുതി വിഹിതം കുറയ്ക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കിഫ്ബി എടുക്കുന്ന വായ്പയുടെ പ്രതിവർഷം കടപരിധിയിൽ നിന്നും കേന്ദ്രം വെട്ടിക്കുറയ്ക്കുന്നത് ഏകദേശം 2020-21 31,068 കോടി രൂപയായിരുന്നുവെന്നും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകൾ 2023-24 കാലഘട്ടത്തിൽ 12,068 കോടി രൂപ ചുരുങ്ങിയെന്നും മുഖ്യമന്ത്രി അന്ന് കുറ്റപ്പെടുത്തി. എന്തായാലും ഈ കണക്കിനൊക്കെ നോക്കുമ്പോൾ പെൻഷൻ കുടിശ്ശിക അവിടെയും ഒന്നും തീരുമാനമാകാത്ത രീതിയിൽ നിൽക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഇനിയെങ്കിലും നൽകാനുള്ള മനസാക്ഷി കാണിച്ചൂടെ എന്ന് കോടതി തന്നെ ചോദിക്കേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും പക്ഷേ കോടതി വിമർശിച്ചാൽ പോലും മുഖ്യമന്ത്രി ഇതിനൊരു നടപടി എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞ് സകലമാന പദ്ധതികളും നിർത്തലാക്കുന്ന അല്ലെങ്കിൽ സകലമാന പദ്ധതികളും തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സർക്കാരിന്റെ തീരുമാനങ്ങൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കിട്ടാനുള്ള പെൻഷൻ തുക ഇനി കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട. പക്ഷേ ഒരുപക്ഷെ മുന്നോട്ടുള്ള ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ പെൻഷനുകളൊക്കെ കൃത്യമായിട്ട് നൽകാനുള്ള തീരുമാനം എടുത്തേക്കാം. പക്ഷേ ഇതുവരെയുള്ള പെൻഷൻ തുക നൽകാനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞു ഒരു പക്ഷേ ആ പെൻഷൻ തുക തള്ളിക്കളയാനുള്ള സാധ്യത ഏറെയാണ്.